2 പിടി തുവരപ്പരിപ്പ് കഴുകിയത് കുക്കറിനകത്ത് ഇട്ടിട്ട് കൊടുക്കുകയാണ്. 1 ക്യാരറ്റ്, 1 സവാള, 1 തക്കാളി, ഇനി 1 ഉരുളക്കിഴങ്ങ്, 2 എരിവുള്ള പച്ചമുളക്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇനി 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് പൊട്ടിത്തെറിച്ച് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുത്ത് ഇനി അടച്ചു വെച്ചിട്ട് 3 വിസിലടിന്ന് അടുപ്പിച്ചെടുക്കുകയാണ്. ഇതിന് 3 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഉടയ്ക്കണം, നല്ല രീതിയിൽ ഇത് ഉടയ്ക്കണം. അതാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വാളൻ പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ട് ഇനി സാമ്പാർ മസാല പൗഡർ ഇനി നമ്മൾ ഇതിനകത്തൊരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിതിനകത്ത് കുറച്ചൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് തിളച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് ഇനി കടുക് വറുക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉലുവയും ഇനി 1 വെളുത്തുള്ളിയുമാണ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഒന്ന് ചേർത്ത് നമ്മൾ അന്നേരം തന്നെ